ധന്യ, ബിഗ് ബോസ് സോഷ്യൽ മീഡിയ താരം ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ക്ഷേത്രകുളത്തിൽ കയറി അതുമായി ബന്ധപ്പെട്ട് ഒരു റീൽസ് ചിത്രം. ഇപ്പം എന്തോ എവിടെ പോയാലും മീൻ മേടിക്കാൻ പോയാലും റീൽസ് എടുക്കണോ, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു നാട്ടു നടപ്പ്. അപ്പോൾ അവർ ഗുരുവായൂരിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നതും ആ കുളത്തിലിറങ്ങിയതൊക്കെ റീൽസ് എടുത്ത് അവരുടെ തന്നെ പേജിൽ പ്രദർശിപ്പിച്ചു. ഇപ്പോൾ അത് ഇവിടെ വലിയ വിവാദമായിരിക്കുകയാണ്. ഗുരുവായൂരിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്നാണ് പൊതുവെ അവിടെ പറഞ്ഞു കേൾക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോലും അങ്ങനെ. ഇപ്പോൾ ജാസ്മിൻ ജാഫർ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അങ്ങനെയുള്ളവർ അവിടെ വന്ന് അത് ചെയ്തത് എന്തിന്? അതിൻ്റെ പേരിൽ അവിടെ പ്രശ്നപരിഹാര ക്രിയകളൊക്കെ ആരംഭിക്കുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വെടിയിൽ. അതിനി ആരെന്തൊക്കെ മതം പറയുന്നു എന്ന് പറഞ്ഞാലോ ജാതി പറയുന്നു എന്ന് പറഞ്ഞാലോ എന്തൊക്കെ പറഞ്ഞാലോ ആ ക്ഷേത്രത്തിന്റെ ആചാരം അങ്ങനെയാണ്. ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഇതുവരെ യേശുദാസിനെ പോലും പ്രവേശിപ്പിക്കാത്ത ഒരു ക്ഷേത്രമാണ് അത്. ചിലവർക്ക് യോജിപ്പുണ്ടായിരിക്കും, ചിലർക്ക് യോജിപ്പില്ലായിരിക്കാം. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രം. ഈ ജാസ്മിൻ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയുടെ ഒരു വിലക്ക് അവിടെ ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു യുവതി നിരന്തരം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുകയും അവിടെ കേക്ക് മുറിക്കുകയും ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുകയും മേൽശാന്തിയുടെ റൂമിലേക്ക് വരെ കയറുകയും ചെയ്ത ഒരു സ്ഥിതി വന്ന സമയത്ത് പലരും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്നൊരു തീരുമാനം വന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനി വീഡിയോ ജസ്ന സലീം അല്ലേ അവിടെ ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ച് പൈസ നേടുന്നത്. ഇത് അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ പ്രവാചകന്റെ ചിത്രം, പ്രവാചകൻ എന്ന് പറയുന്നത് അവർക്കൊരു സങ്കല്പമാണ്. അതിന്റെ ചിത്രം വരച്ച് ഏതെങ്കിലും ഹിന്ദു ഇതുപോലെ വിൽപ്പന നടത്തിയാൽ ഇവരെ ആ ശരീരത്തിന് മുന്നിൽ ആ തല വെച്ചേക്കൂ? ഇല്ല. അവർ അതിനെതിരെ നിരന്തരം അതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും, വിമർശനങ്ങൾ ഉന്നയിക്കും. അത് വലിയ ചർച്ചയാവും. പക്ഷെ ഹിന്ദുവിന്റെ നെഞ്ചത്ത് ആർക്ക് വേണമെങ്കിലും ചവിട്ടിക്കയറാം എന്നുള്ള ഒരു രീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിന് എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുന്ന കുളമാണ് ഈ ശ്രീകോവിലിലെ അമ്പലക്കുളം എന്ന് പറയുന്നത്. ആ അമ്പലക്കുളത്തിൽ കാല് കഴുകി അവിടെ ഇരുന്ന് കാല് വെള്ളത്തിലിട്ട് അടിക്കുന്ന കാരണം അവിടെ ഭക്തർക്ക് പോലും നിയന്ത്രണമുള്ള സ്ഥലമാണ്. അവിടെ ഇറങ്ങി കാല് കഴുകുക എന്നൊക്കെ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി വിലക്ക് കൂടി ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജാസ്മിൻ ജാഫറിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കോടതി വിലക്ക് ലംഘിച്ചതിന് കോടതി വിലക്ക് അങ്ങനെ ലംഘിക്കാൻ പാടുള്ളതല്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ പണി കിട്ടാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ 6 ദിവസത്തെ പൂജകളും ശ്രീവേലിയും വീണ്ടും ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ 18 പൂജകൾ ആരംഭിക്കും. 18 ശ്രീവേലി വീണ്ടും നടക്കുമെന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച ഉച്ചവരെ, അതായത് ഇന്ന് ഉച്ചവരെ ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണവും ഉണ്ടാകും. കാരണം പുണ്യാഹം തളിച്ച് ക്ഷേത്രം ശുദ്ധീകരിക്കണം, ക്ഷേത്രക്കുളം ശുദ്ധീകരിക്കാനുണ്ട്. അത് ക്ഷേത്രത്തിന്റെ ഫുള്ളും ഈ ശ്രീവേലിയും പ്രത്യേക പൂജയൊക്കെ നടത്തി ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഗുരുവായൂരിൽ ഒരു ദിവസം, പ്രത്യേകിച്ച് ഈ വീക്കെൻഡുകളിൽ ശനി ഞായർ അല്ലെങ്കിൽ വെള്ളിയാഴ്ച, അവിടെ വരുന്ന തീർത്ഥാടകർ ഒരു ശരാശരി എണ്ണം എത്രയാണെന്ന് അറിയാവോ? ഒരുപാട് പേര് വരും അല്ലേ? അതെല്ലാവരും ഹിന്ദുക്കളാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? ആരും ഹിന്ദുക്കളല്ല എന്നല്ല. ഇനി അതിന്റെ പേരിൽ എന്റെ നെച്ചത്തോടാരും കയറണ്ട. മുസ്ലിംസ് ആയ ഒരുപാട് പേർ ആ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഈ ടൂറൊക്കെ നടത്തുമ്പോൾ പിന്നെ ടൂറിനൊക്കെ പോകുമ്പോൾ പലരും അതിന്റെ ഭംഗി കാണാനും ചിലപ്പോൾ അകത്ത് വരെ കയറിയിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല, കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് അറിയപ്പെടുന്ന ചിലരാകുമ്പോൾ, അത് സോഷ്യൽ മീഡിയയിലൊക്കെ കത്തി നിൽക്കുന്ന ചിലരാകുമ്പോൾ അതാണ് അവിടെ പ്രശ്നം വരുന്നത്. ഈ വരുന്നവരുടെ ഉദ്ദേശശുദ്ധിയാണ് പ്രശ്നം. വരുന്നവര് അവിടെ വിശ്വാസികളായിട്ട് അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ ഒരു മുസ്ലിം കണ്ടെന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് ചോടത്തൊന്നുമില്ല. ഗുരുവായൂരപ്പനെ ആറാടിക്കുന്ന അമ്പലക്കുളത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഏത് മതത്തിൽപ്പെട്ട ഒരാളെ ഒന്ന് കാല് വച്ചെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ അവിടെ കുളിക്കാതിരിക്കില്ല. ഗുരുവായൂരപ്പൻ അവിടെ കുളിക്കും. ആ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ കാണും. അതൊക്കെ അവിടെ തന്നെ ഇരിക്കും. അവിടെ ആരും എഴിച്ചോടാനൊന്നും പോണില്ല. എല്ലാ ആളുകളെയും ഒരുപോലെ കാണുന്നവരാണ് ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അതുകൊണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റ് സമുദായങ്ങളിലേക്ക് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ഒരു പ്രാർത്ഥന എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണ്. ഞാനൊരു വിവാഹത്തിന് പോയി, ക്രിസ്ത്യൻ വിവാഹത്തിന്. ഈ അടുത്ത കാലത്ത് വിവാഹത്തിന് പോയപ്പോൾ
അച്ഛൻ ഈ എല്ലാവരുടെ നാക്കിലും എന്തോ ഈ ഒരു വെള്ള കളറിലുള്ള സാധനം ഓസ്തി കയ്യിൽ കൊടുക്കും. എന്നിട്ട് അത് അപ്പൊ തന്നെ കഴിക്കണം. അപ്പൊ ഇത് എന്താ സാധനം എന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാനത് കയ്യിൽ വെച്ചോണ്ടിരുന്നു. ഞാനൊരു കോൺവെന്റ് സ്കൂൾ അല്ല ഞാനിതൊന്ന് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയാവുന്ന അല്ല ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ, ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഒരു 30 സെക്കൻഡ് തരൂ പ്രേമലാൽ, ഒരു 30 സെക്കൻഡ് തരൂ, എനിക്കൊരു 30 സെക്കൻഡ് തരൂ. അപ്പൊ ഞാനിത് കഴിക്കാതെ കയ്യിൽ ഇങ്ങനെ വെച്ചു. എനിക്കത് എന്ത് ചെയ്യണമെന്ന് അറിയണം. പെട്ടെന്ന് തന്നെ ഈ അച്ഛൻ വന്ന് എൻ്റെ നിന്ന് വാങ്ങിച്ചു പിടിച്ചോണ്ടങ്ങ് പോയി. അപ്പൊ എനിക്കത് വല്ലാത്തൊരു സങ്കടവും കാരണം ആളുകളൊക്കെ എന്നെ തന്നെ നോക്കുന്നു, അയ്യോ ഞാൻ ഇവരുടെ കാസ്റ്റിൽ അല്ലാത്തതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ അവിടെ വേറിട്ട ഒരാളാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഇതെല്ലാ സമുദായത്തിലും ഉള്ളവരാണ്. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ ആചാരക്രമം ഉണ്ടല്ലോ. അതായത് യേശു അന്ത്യത്താഴ സമയത്ത് എൻ്റെ രക്തവും എൻ്റെ മാംസവുമാണെന്ന് കരുതി വീഞ്ഞും അപ്പവും പങ്കുവെച്ചു. അതായത് അവരുടെ വിശ്വാസത്തെ പകുത്ത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ കൊടുക്കുന്ന വെറും വെള്ള കളറുള്ള ബിസ്ക്കറ്റ് പോലത്തെ സാധനം ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. യേശുവിൻ്റെ ശരീരം എന്ന രീതിയിലാണ് അത് നമ്മൾ ഭക്ഷിക്കുന്നത്. അത് മറ്റു സമുദായക്കാർ ഭക്ഷിക്കാൻ പാടില്ല. യേശു ക്രിസ്തുവിനെ അനുനയിക്കുന്ന അല്ല, അതിനെ യേശുവിനെ പാത പിന്തുടർന്ന് ആ വിശ്വാസക്രമത്തിൽ ജീവിക്കുന്നവർക്കാണ് അത് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഈ സാത്താനിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? പിശാചുക്കളുടെ യെസ്. അവർ ഈ ദൈവത്തിന്റെ പ്രതീകങ്ങളെയൊക്കെ വക്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ വികലമാക്കിയാണ് അവർ സാത്താന്റെ പ്രീതി പറ്റുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഈ കുർബാന നടത്തിയതിന് ശേഷം വിശുദ്ധീകരിക്കപ്പെട്ട ഈ ഇതുണ്ടല്ലോ, പ്രസാദം എന്ന് പറയുമല്ലോ, ഈ തിരുവോസ്തി അല്ലെങ്കിൽ വൈൻ, ഇത് ഇത്തരം അവിശ്വാസികളായവർ ഇത് കൈക്കലാക്കിയാൽ അത് ഈ സാത്താനിറ്റി പ്രയോഗങ്ങൾക്ക് കൊണ്ടുപോയേക്കാം എന്നുള്ളൊരു ആശങ്ക ഇവർക്കുണ്ട്. അതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത, അല്ലാണ്ട് നിങ്ങളോടുള്ള വിരോധത്തിന്റെ പേരിലല്ല. ഇത്രേ ഉള്ളൂ ആ ഗുരുവായൂരത്തതും അവരുടെ വിശ്വാസമാണ്. ഞങ്ങളുടെ അമ്പലക്കുളത്തിൽ മറ്റൊരാളുടെ കാലും. അവിടെയും എനിക്കൊരു ഇതുണ്ട്. ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അതീവ ശക്തിശാലിയാണ്, എല്ലാമാണ്. അവിടെ ഒരു പുൽനാമ്പ് അനങ്ങണമെങ്കിൽ പോലും ദൈവനിശ്ചയമാണ് എന്നുള്ളത് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചോ അതൊക്കെ ദൈവനിശ്ചയമാണ് എന്ന് കരുതുക. ഗുരുവായൂരപ്പൻ ഇച്ഛിച്ചതേ അവിടെ നടക്കുകയുള്ളൂ. അതവിടെ അങ്ങനെ നടന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛയായിരിക്കണം എന്ന് കരുതി സമാധാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും എൻ്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, വേറെ ആരോ ഒന്നും കരുതണ്ട. വിശ്വാസികളാണെങ്കിൽ അത് ഏത് മതസ്ഥരും ആയിക്കോട്ടെ, വിശ്വാസികളായെങ്കിൽ അവിടെ വന്നോട്ടെ, അവിടെ ഗുരുവായൂരപ്പനെ കാണുകയോ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുകയോ ചെയ്തോട്ടെ. വിശ്വാസികളായിരിക്കണം. ആ വിശ്വാസികൾ വന്നിട്ട് ഈ പറയുന്ന പോലെ അവിടെ വന്ന് ഇതേപോലെ റീൽസൊക്കെ എടുത്ത് പേരും പ്രശസ്തിയും മാത്രം ലക്ഷ്യമിട്ട് വരുന്നവർ ദയവായി അവിടെ, കാരണം അവിടെയൊക്കെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ക്ഷേത്രങ്ങളാണ്. വിശ്വാസികളെ അതിന് ദർശനം തേടി വരുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അതൊക്കെ. വെറും റീൽസ് എടുക്കൽ മാത്രമായിട്ട് അത് ഏത് മതസ്ഥരും ആയിക്കോട്ടെ, റീൽസ്, അതിപ്പോൾ ഹൈന്ദവ വിശ്വാസികളും വന്ന് അവിടെ റീൽസൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ഉദ്ദേശത്തോടുകൂടി ദയവ് ചെയ്ത് ഇത്തരം ക്ഷേത്രങ്ങളിൽ, ഇത്തരം ആരാധനാലയങ്ങളിൽ കടന്നു ചെല്ലരുത്. വെറും വിവാദം മാത്രമായിരിക്കും, മാനസിക ക്ലേശം മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുമായിരിക്കും.